ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാൻഡർ ഗെയിമർ ബോയ്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വെഹിക്കിൾസ് എങ്ങനെ നമുക്ക് ഈ വെതറും കാര്യങ്ങളും മാറ്റാം. പോരാന്ന് ഈ വെതറിനകത്ത് നമുക്ക് മഴ പെയ്യിപ്പിക്കാം, ബേഡ്സിനെ കൊണ്ടുവരാം, ആനിമൽസിനെയൊക്കെ കൊണ്ടുവരാം. ആ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എങ്ങനെ ഇത് ഈസി ആയിട്ട് കളിക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഇന്ത്യൻ വെഹിക്കിൾസിനെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്ഥലമെന്ന് പറഞ്ഞാൽ വീടൊക്കെ നമ്മളന്ന് 800 ഒരു വീട്ടിൽ ഒതുക്കിയിട്ടില്ലായിരുന്നു ഗൈസ്. 800 കൊണ്ട് ഒതുക്കിയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തോന്ന് അറിഞ്ഞുകൂടാ. അത് ഞാൻ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അവിടെ ഒരു വീടുണ്ട് ഗൈസ്. നമ്മളന്ന് ടാറ്റ സഫാരി ആയിട്ട് പോയി. അപ്പോൾ ഒരു വീട് കണ്ടില്ലേ, ഓഫ് റോഡിൻ്റെ അടുത്തുള്ള. അപ്പോൾ അവിടോട്ടാണ് നമ്മൾ ഇന്നത്തെ പോക്കെന്ന് പറഞ്ഞാൽ. അവിടെ പോയിട്ട് നമുക്ക് വെതർ മാറ്റാം, എല്ലാം മാറ്റാം ഗൈസ്. ഈ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ടിട്ട് നമ്മൾ ഈ വെതറിനെ കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ആണ്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് അതാ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾക്ക് ഇവിടെ സൈഡിൽ എല്ലാം ഒതുക്കാം. കുറച്ചുകൂടി ഇടിച്ചു ഗൈസ്. വണ്ടി അറിയാവുന്ന പോയി തട്ടി. നമുക്കില്ല, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഐസ്ക്രീം ഇവിടെ ഒതുക്കാം. കുറച്ചുകൂടി ഫ്രണ്ടിൽ പോട്ടെ. ഇവിടെ ഒതുക്കുക, ഇവിടെ കിടക്കട്ട് വണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് വെതറിനെ കുറിച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ക്യാമറ മാറ്റണം. ഓക്കെ, നമ്മൾ ആദ്യം കസ്റ്റമൈസ് ഓപ്ഷനിൽ പോകുമ്പം ഇവിടെ വെതറിന് ഓപ്ഷൻ ഉണ്ട്. അവിടെ പോകുമ്പം പരസ്യമാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കസ്റ്റമൈസ് ഓപ്ഷനിൽ പോയിട്ട് വെതർ ഓപ്ഷനിൽ നിൽക്കാം. വെതർ ഓപ്ഷനിൽ അവിടെ ഇടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതാ സ്കൈ ആൻഡ് ലൈറ്റ് മോഡിഫിക്കേഷൻ, റെയിൻ, സ്നോ, അതർ. എന്നിട്ട് റെയിനിൽ നിൽക്കുമ്പോൾ ആ മഴ പെയ്യും. റെയിന് 2, റെയിന് 3 നമുക്ക് ഒരുമിച്ചിടാം. എന്നിട്ട് നമ്മൾ ചേഞ്ച് വോളിയം അങ്ങോട്ട് കൂട്ടി കൊടുക്കണം. അപ്പം എന്നിട്ട് നമുക്ക് മഞ്ഞ് ഓഫ് ആക്കണമല്ലോ. മഞ്ഞ് വേണ്ട, നമുക്ക് മഞ്ഞൊന്നും ഇവിടെ പെയ്യാറില്ല. ഇനി നമുക്ക് നേരെ പുറത്തിറങ്ങാം. ക്ലോസ്. എന്നിട്ട് സ്കൈ ആൻഡ് ലൈറ്റ് മോഡിഫിക്കേഷനിൽ കയറുമ്പം നമുക്ക് രാത്രിയാക്കാൻ പറ്റും ഗൈസ്. രാത്രിയാക്കി ഇനി നമുക്ക് ക്ലോസ് കൊടുക്കാം. ക്ലോസ്. രാത്രി ഇത്ര ലുക്കാണ് നമ്മുടെ സ്കോർപ്പിയോയിന്. ഇനി നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് ക്ലോസ് കൊടുക്കാവേ ഗൈസ്. എന്നിട്ട് നമുക്ക് വണ്ടി കുറച്ച് ബാക്ക് എടുക്കാം. വണ്ടി ഇടിച്ച് നമുക്കിനി റിപ്പയർ ചെയ്യാവേ. റിപ്പയർ ചെയ്തിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഈ റിപ്പയർ ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ പോയിട്ട് കോൺഫിഗ് നമ്മൾ റിപ്പയർ ചെയ്ത് നിൽക്കുമ്പോൾ വണ്ടി ചളുക്കൊക്കെ മാറും. പിന്നെ നമുക്കിനി ഈ ബേർഡ് സെറ്റിങ്ങിലൊക്കെ പോകുമ്പം നമുക്ക് ഈ ബേർഡ്സിൽ പോകുമ്പോഴത്തേക്കും എന്താ കണ്ടില്ലേ, ക്രോ, ഹ്യൂമൻ ബേർഡ് എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാം അങ്ങോട്ട് നക്കി കൊടുക്കാവേ. എല്ലാം അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വൈബ് കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഫുള്ള് ചേഞ്ച് വോളിയൂന്നും പറയുമ്പോഴത്തേക്കും നമുക്ക് കുറേ പക്ഷികളെ കിട്ടും. ഇനി നമുക്ക് ആനിമൽസിൻ്റെ ഓപ്ഷനിൽ പോകുമ്പം ഷീപ്പ് മാത്രം മതി. ചേഞ്ച് വോളിയൂം കുറച്ച് കൂട്ടാം. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് എടുക്കാവേ ഗൈസ്. ഈ വണ്ടി വേണ്ട. ഈ വണ്ടി കുറച്ച് ബോറാണ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് 800 ആക്കാം ഗൈസ്. അതാ കുറച്ചുകൂടി നല്ലത് ഗൈസ്. കുറച്ച് ദൂരം പോയിട്ട് നമുക്ക് 800 എടുക്കാം. ഇവർ ഈ പക്ഷികളൊക്കെ പറക്കുന്ന കണ്ടിട്ട് നല്ല രസമുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവർ പറക്കുന്നതാണ്. നല്ല രസമുണ്ട് ഇവർ പറക്കുന്നത് കേട്ടാ ഗൈസ്. നമുക്കിനി പക്ഷികളൊക്കെ കൂടട്ടെ. നല്ല സ്മോക്കായിട്ടുണ്ട് ഇപ്പം. ബാക്ക് അടിച്ച് ഗൈസ്, ബാക്ക് അടിച്ച് ചെറുതായിട്ടൊന്ന് തട്ടി. കുഴപ്പമില്ല, നമുക്ക് ഈ വണ്ടി എന്തായാലും ഇനി മാറ്റാനുള്ളതാണ്. ഇവിടെ വല്ലതും നിർത്തിയിട്ട് നമുക്ക് 800 ആക്കാവേ ഗൈസ്. അകത്തിരുന്നാൽ കുറച്ചുകൂടി സേഫാണ്. നമ്മൾ കണ്ടില്ലേ, തിരുന്നാൽ സേഫാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഇപ്പം ഒന്ന് ഇറങ്ങി നോക്കിയാലേ ഗൈസ്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ജസ്റ്റ് ഒന്ന്. കണ്ടില്ലേ, നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. കണ്ടില്ലേ, നല്ല മഴ ഉണ്ട്. ഈ ഗെയിം ഇപ്പം ഇന്ത്യൻ ബൈക്സിനെയൊക്കെ കാര്യം പൊളി ഗെയിം ഗൈസ്. പണ്ട് ഞാൻ ഇന്ത്യൻ ബൈക്സ് എപ്പോഴും കളിക്കുമായിരുന്നു.
പിന്നെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യനേക്കൊക്കെ നല്ല ഗെയിമാണ് കേട്ടോ. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യക്കകത്ത് നമുക്ക് മോഡ് കയറ്റുമ്പോൾ ഒന്നെങ്കിൽ ഫ്രീ ആയിട്ട് കാണാം, അല്ലെങ്കിൽ പൈസ കൊടുക്കും. ഇതൊന്നും ആവശ്യമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് വണ്ടികൾ എടുക്കാവേ ഗൈസ്. ഇനി നമുക്ക് 800 എടുത്ത് കുറച്ച് നേരം അങ്ങോട്ട് പാറിപ്പറക്കാം. ഹെഡ്ലൈറ്റ് ഇടാട്ടോ, ഒന്നും കാണുന്നില്ല ഗൈസ്. ഹെഡ്ലൈറ്റ് ഇടാവേ. ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പം ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ട് നോക്കിയാലോ? ഇൻഡിക്കേറ്റർ ബോറ് വേണ്ട. അപ്പം ഇനി നമുക്ക് പോവാവേ ഗൈസ്. ഒട്ടും കാണുന്നില്ല 800-ലൊന്നും. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിലേ കൂടി കയറാവേ ഗൈസ്. ഇതിലേ കൂടി കയറാം നമുക്ക് വളച്ച്. ഞാൻ വണ്ടിക്ക് ഭയങ്കര ലുക്ക്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വണ്ടിയുടെ ലുക്ക് വെക്കുക. രാത്രി ആയക്കൊണ്ട് 800-ൻ്റെ ലുക്ക് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല വെട്ടമുണ്ട് കേട്ടോ ഗൈസ്. രാത്രിയാണെങ്കിലും എനിക്ക് തോന്നുന്ന ചന്ദ്രനമ്മാവൻ്റെ വെട്ടമാണെന്നാണ് തോന്നുന്നത് ഗൈസ്. നമുക്കപ്പം സ്പീഡിൽ പോകാനല്ല, ഇവിടെ നിന്ന് നമുക്ക് നേരെ ചൊവ്വേ അങ്ങോട്ട് പോവാം. നമുക്ക് നേരെ പോവാവേ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിലേ കൂടി പോയി. അല്ല ഇതേവിടാ നമ്മൾ ഇതിലേ കൂടി അല്ലേ തിരിച്ചു വന്നത് തന്നെ. ഈ സ്ഥലത്തല്ലേ നമ്മളിപ്പോൾ വന്നത് ഗൈസ്. സോറി ഗൈസ്, ഒരു ആച്ചി വിട്ടത്. ഇവിടെ അല്ലേ നമ്മളിപ്പോൾ വന്നത്. ഇതോ നോക്കി കണ്ട. നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. അല്ലേ വേണ്ട ഇനിയിപ്പം. എന്നാലും പോയേക്കാം. ഗൈസ് അപ്പം ബൈ ബൈ, സീ യു.